നടി മഞ്ജു പിള്ളയുടെ മകൾ ഒരു ഫാഷൻ ഷോയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ. ഇത് കണ്ടിട്ട് വേറൊരു ആള് ഇത് റിയാക്ട് ചെയ്യുന്നു വളരെ ശക്തമായ രീതിയിൽ. ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് സകല റിയാക്ടർമാരും ആ വീഡിയോ എടുത്ത് വീണ്ടും റിയാക്ട് ചെയ്യുന്നു. ചിലര് അതിനുവേണ്ടി ഇന്ത്യൻ ഭരണഘടനയുടെ അടിവേരുകൾ വരെ തപ്പിപ്പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സൈബർ വാർ നടക്കുന്നത്? ജീവിത സ്വാതന്ത്ര്യവും പൂർണ്ണമായ അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെയുള്ള പരിപൂർണമായ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. നല്ല നടപ്പിന് ഫുൾ A+ മേടിച്ച ആൾക്കാർ പറയുന്നു മാന്യമായ വസ്ത്രം ധരിക്കണം, വസ്ത്രധാരണം ശരിയല്ല. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോടാണ് കുറച്ചുകൂടി മാന്യമായ രീതിയിൽ നിങ്ങൾ പദങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. വീട്ടിൽ വേലയ്ക്ക് വരുന്നവരെടുത്ത് ഉപയോഗിക്കുന്ന പദങ്ങൾ നാട്ടിലിറങ്ങി നാട്ടുകാരെടുത്ത് ഉപയോഗിക്കരുത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന കാശ് വാങ്ങിക്കുക. ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് ഒരു ചെറിയ ക്യാമറ കണ്ണിലൂടെ നാട്ടുകാരെ അനുസരിപ്പിക്കാനും നാട്ടുകാരെ ചൊൽപ്പടിക്ക് നിർത്താനും അവരെ തെറി പറയാനും നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? മാന്യമായ വസ്ത്രം ധരിക്കണം, അതിനു വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും, ഞാൻ എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്യും എന്ന് പറയുന്ന റിയാക്ടർമാരോട് ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ വയ്യ, വല്ലാതെ മുട്ടുന്നെങ്കിൽ പാതിരാത്രി സബ്സ്ക്രിപ്ഷൻ വഴി കാശ് മേടിച്ച് തുണി മാറ്റി നാട്ടുകാരെ കാണിക്കുന്ന കൊച്ചമ്മമാരുണ്ട്. ചെന്ന് അവരെ പിടിക്കും. നാട്ടുകാരെങ്ങനെ നടക്കണം, ഇരിക്കണം, കിടക്കണം, എന്തുടുക്കണം ഇതൊക്കെ തീരുമാനിക്കുന്ന നാട്ടുകാർ തന്നെയാണ്, റിയാക്ടേഴ്സ് അല്ല. അനുസരിപ്പിക്കാൻ വരരുത്, അത് മോശമാണ്. അനുസരിപ്പിക്കാനും ആജ്ഞാപിക്കാനും വരരുത്.